പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നമ്മൾ ഈ ഒരുമിച്ചായിരിക്കുന്ന നല്ല സമയം, നല്ലത് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ കൊതിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന അതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ ശത്രു നിങ്ങളിൽ ഉണ്ടാകരുതെന്ന്. ശത്രു ഉണ്ടെന്നേ വഴിയെ പറയാം. ആ നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചന പ്രവചന ദൂതായി വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറി അതെന്തുകൊണ്ട് നിങ്ങളുടെ വിടുതലിൻ്റെ ദൂതായി മാറുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ. ആ നല്ലത്, ആ നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങോട്ട് നോക്കണ്ട. അവർ പറയും, ഇന്നത്തെ ശത്രു, ഇന്നലെ അവർ മിത്രങ്ങളായിരുന്നിരിക്കാം, നാളെ അവർ മിത്രങ്ങളാകും, ബന്ധുക്കളാകും, ആകട്ടെ. പക്ഷേ അവരിന്ന് പറയുന്നുണ്ട്, ആ നല്ലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കണ്ട. എന്തുകൊണ്ടാ ആ നല്ലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കണ്ട എന്ന് അവർ ആഗ്രഹിക്കുന്നത്? നാളെ നിന്റെ ബന്ധുക്കളായി, നിന്റെ മിത്രങ്ങളായി മാറേണ്ടി വരുമെന്ന് അവർക്ക് തിരിച്ചറിയാമെന്നുള്ളത് കൊണ്ട്. ഇതൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ആമേൻ. എന്തുകൊണ്ടാ ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം വായിക്കുമ്പോൾ അവിടെ സ്നേഹനിധിയായ ഒരു സഹോദരൻ പേര് യോസേഫ് തൻ്റെ സഹോദരന്മാരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ സഹോദരന്മാരും അങ്ങനെ തന്നെ ആയിരിക്കണം, കാരണം അവരൊരപ്പൻ്റെ മക്കളാണല്ലോ. പക്ഷേ അവൻ ഭാവിയിൽ രക്ഷപ്പെടുമെന്ന് ദൈവം അവനോട് സംസാരിച്ചു, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ. അത് അവരുമായി പങ്കുവെച്ചപ്പോൾ അവരെടുത്ത് അവനെ പൊട്ടക്കുഴിയിലിട്ടു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. യോസേഫിനെ സഹോദരന്മാരെടുത്ത് പൊട്ടക്കുഴിയിലിട്ടു. എന്തുകൊണ്ടാ? അവർക്കറിയാം, ഇവൻ്റെ സ്വപ്നം, ഇവൻ്റെ ദർശനം നിറവേറിയാൽ ഞങ്ങൾ കൈകെട്ടി തലകുനിച്ച് അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇവന് നല്ല കാലമുണ്ടായാൽ അവനോട് ദൈവം സംസാരിക്കുന്നുണ്ട്, നിന്നോട് സംസാരിക്കുന്നത് പോലെ. നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിനക്കൊരു നല്ല കാലമുണ്ടായാൽ നിന്റെ കഷ്ടത്തിൽ സഹതപിക്കുവാൻ, നിന്റെ ഇല്ലായ്മയിൽ ഇത്രയേ ഉള്ളൂ, ഇത്രയും തരാം, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് നക്കാപ്പിച്ച തരുവാൻ അവർക്ക് കഴിയത്തില്ല. നിന്നെ കുറ്റം പറയുവാൻ അവർക്ക് കഴിയത്തില്ല. അത് തിരിച്ചറിഞ്ഞ് നിന്റെ മുമ്പിൽ കൈകെട്ടി കൈനീട്ടി നിൽക്കേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞ്, അതുകൊണ്ട് തന്നെ സഹോദരാ, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്, അത് തിരിച്ചറിഞ്ഞ് നല്ല കാലം ഉണ്ടാകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ നല്ല കാലത്തിലേക്ക് റെഡിയാണോ? പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. വാക്യത്തിൽ നിന്ന് തുടങ്ങാൻ. എസ്തേറിൻ്റെ പുസ്തകം 6 അധ്യായം 13 വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരസും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു, എങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകത്തേ ഉള്ളൂ. നിന്റെ ശത്രു നിന്നെ ജയിക്കയില്ല. സഹോദരാ, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്, നിങ്ങളുടെ ശത്രു, ആ ശത്രു നിങ്ങളെ ജയിക്കയില്ല. അവൻ വീഴുവാൻ തുടങ്ങി. ആ ശത്രു തന്നെ ആ തൊഴിലിടത്തിൽ. സഹോദരി, വെല്ലുവിളി എന്താ? ഞങ്ങൾക്ക് വിരോധമായി നിന്നിട്ട്, ഞങ്ങളുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കൊപ്പം നിൽക്കാതെ, ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ, ഞങ്ങളുടെ അവിടെ ഞാനൊരു സെമി കോളനിട്ട് നിർത്തുകയാണ്. ബാക്കി നിനക്കറിയാമല്ലോ. എന്നാൽ പിന്നെ ഒന്ന് കാണണം, നീ എത്ര കാലം ഇവിടെ നിൽക്കുമെന്ന്. സഹോദര, നീ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഈ സ്ഥാപനത്തിൽ, ഈ രാജ്യത്ത് പോലും നിന്നെ നിർത്തത്തില്ല എന്ന് വാദിക്കുന്ന ശത്രു, ആ ശത്രു നിന്നെ ജയിക്കുകയില്ല. അവൻ വീഴുവാൻ തുടങ്ങി. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. സഹോദര, ആ തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി നിന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ, നിന്റെ തൊഴിൽ ദിനങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ, നിന്റെ സമാധാനത്തെ, സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുവാൻ എഴുന്നു വരുന്ന ആ ശത്രു,
അവൻ നിന്നെ ജയിക്കുകയില്ല. അവൻ വീഴുവാൻ തുടങ്ങി. ആ ശത്രു വീഴുവാൻ തുടങ്ങി. ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുന്ന, നിന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുന്ന, നിനക്ക് വിരോധമായി ഒരു കൂട്ടത്തെ സെറ്റ് ചെയ്ത് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിന്നെ ആക്രമിക്കുന്ന ആ ശത്രു വീഴുവാൻ തുടങ്ങി. നിന്റെ ശമ്പളം തടഞ്ഞു വെക്കുന്ന ആ ശത്രു വീഴുവാൻ തുടങ്ങി. ആ രാജ്യത്ത് നിന്നെ ഒതുക്കിക്കൂട്ടുവാൻ പദ്ധതി ഒരുക്കുന്ന അതെ, നീ അവിടെ നിന്ന് പുറത്തു വരരുത്. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നോട് തന്നെ, നീ അവിടെ നിന്ന് പുറത്തു വരരുത്, നീ അവിടെ നിന്ന് പുറത്തു വരരുത്. അതാണ് ശത്രുവിൻ്റെ ആഗ്രഹം. നീ അവിടെ പെട്ട് കിടക്കണം. ആമേൻ. എന്നിട്ട് അവന് നെളിഞ്ഞു നിന്ന് പറയണം, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നീ അവനൊരു അടയാളമായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്തടയാളം? നിന്നെ ചൂണ്ടിക്കാട്ടിയിട്ട് അവന് പറയണം, അതെ, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നീ തകർന്നതുപോലെ, നിന്റെ ജീവിതം നരകതുല്യമായി തീർന്നതുപോലെ, നീ പെട്ടുപോയതുപോലെ, അതെ, എന്നോട് കളിച്ചാൽ ഇങ്ങനെയായിത്തീരും. പലരെയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാൻ അവന് നിന്നെ വേണം. സ്തോത്രം. എന്നാൽ കേൾക്ക്, അവൻ നിന്റെ മുമ്പിൽ വീഴുവാൻ തുടങ്ങിയ, നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ആ ശത്രു, നിന്നെ തകർക്കുവാൻ എഴുന്നേറ്റ ആ ശത്രു, അതേ സഹോദരി, ആ വീട്ടിനകത്ത് നിർത്തത്തില്ല എന്ന് കാണാമല്ലോ അല്ലേ? അങ്ങനെയല്ലേ വെല്ലുവിളി? ഞങ്ങളോട് കളിച്ചിട്ട് ഈ വീട്ടിൽ, ഈ കുടുംബത്തിൽ നീ തുടരുന്ന കാണാമല്ലോ. പക്ഷേ നീ കരയുക, ദേവദാസനെ പോയി, ഇനി എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഏത് നിമിഷവും എന്താ പുറത്തായെന്നു? പുറത്തായി. കോടതിയുടെ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുക. ആ വിധി വന്നാൽ ഞാൻ ആ ഭവനത്തിന് ആരുമല്ലാതായിത്തീരും. ഞാൻ പരാജയപ്പെട്ടു പോകും. കേൾക്ക്, നീ അവരുടെ മുമ്പിൽ പരാജയപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അവർ നിനക്ക് മുമ്പിൽ വീഴുവാൻ തുടങ്ങി, നിനക്ക് വിരോധമായി. ഓ താങ്ക് യു ലോർഡ്. നിന്നെ ആ ഭവനത്തിൽ തുടരുവാൻ അനുവദിക്കാത്ത ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, സഹോദര, നിന്നെ മുൻപോട്ട് പോകുവാൻ അനുവദിക്കാത്ത വിധം എഴുന്നു നിൽക്കുന്ന ആ ശത്രു വീഴുവാൻ തുടങ്ങി. ആ ശത്രു നിന്നെ ജയിക്കയില്ല. ഓ താങ്ക് യു ലോർഡ്. സഹോദരി, ആ ശത്രു നിന്നെ ജയിക്കയില്ല. നീ കെട്ടിക്കയറി പ്രതീക്ഷകളോടെ കടന്നു വന്ന ഭവനം, അതെ, അത് നിൻ്റേതല്ലാതായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ചിലർ വീഴും, നീ അവിടെ വാഴും. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചിലർ വീഴും, നിന്നെ വീഴ്ത്തുവാൻ പദ്ധതി ഒരുക്കിയായിരിക്കുന്ന ചിലർ നിന്റെ കൺമുമ്പിൽ വീഴും, നീ അവിടെ വാഴും. യേശുവിൻ നാമത്തിൽ നിന്നോട്, നീ അവിടെ വാഴും. സഹോദരി, നീ കയറി ചെന്ന ഭവനത്തിൽ നീ വാഴും. നിന്റെ ഭാര്യയുടെ ഭർത്താവായി, ഓ പ്രാർത്ഥനാൾ, നിന്റെ ഭർത്താവിൻ്റെ ഭാര്യയായി, ഓ ആമേൻ, നിന്റെ മക്കളുടെ അമ്മയായി, അതെ, ആ ഭവനത്തിൽ നീ വാഴും. ആ ഭവനത്തിൽ നീ വാഴും. ആ ഭവനത്തിൽ നീ വാഴും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര, നിന്റെ ഭാര്യയുടെ ഭർത്താവ് എന്ന സ്ഥാനം നിനക്ക് തന്നെ, അവിടെ വേറൊരു പേര് വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് അവൾ പറയുന്നതും ഇന്ന് അവർ പറയുന്നതും കേട്ട് നീ നിരാശപ്പെടേണ്ട. ആ സ്ഥാനത്തിനൊരു മാറ്റം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവർ നിന്നെ ജയിക്കത്തില്ല. നിന്റെ ഭാര്യയെ നിനക്ക് വിരോധമായി നിർത്തുന്ന പിശാചിനാൽ പിടിക്കപ്പെട്ടവർ ചിലത് മുൻപിൽ കണ്ടുകൊണ്ട് പിച്ചയ്ക്ക് വേണ്ടി നിന്റെ കുടുംബത്തെ തകർത്തു കളയുവാൻ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഈഗോ യേശുവിൻ നാമത്തിൽ ചില ഈഗോയിസ്റ്റുകൾ വീഴുവാൻ പോകുകയോ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവർ വീഴുവന്നേ. ആമേൻ. കാട്ടിത്തരാം. നീ നിന്റെ മക്കളെ അങ്ങ് വിട്. ആമേൻ. അവർ പഠിച്ച് അങ്ങ് എത്ര കാണണമല്ലോ, ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, അങ്ങ് UK പോകട്ടെ, കാനഡയിൽ പോകട്ടെ, US പോകട്ടെ, നോക്കാം നമുക്ക്. ഓ സ്തോത്രം. വെല്ലുവിളിച്ച് നിൽക്കുക. ആമേൻ. നിന്റെ തലമുറകളെ വീഴ്ത്തി നിന്നോട് പ്രതികാരം ചെയ്യുവാൻ, നിന്റെ തലമുറകളെ വീഴ്ത്തി ഞങ്ങളോട് കളിച്ചവരൊന്നും പെട്ടിട്ടില്ല എന്ന് ദേശത്തോട് വിളിച്ചു പറയുവാൻ വേണ്ടി നിൽക്കുന്നവൻ വീഴുവാൻ തുടങ്ങിയ, ഓ സ്തോത്രം. ആമേൻ. ഇതുവരെ അവർ നിന്നെപ്പോലൊരു ശത്രുവിനെ കണ്ടിട്ടില്ല. സ്തോത്രം. നീ ദുർബലനായിരിക്കാം സഹോദര, നിനക്കവരോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല, നിനക്കവരോട് യുദ്ധം ചെയ്യുവാൻ കഴിയത്തില്ല, നിനക്കവരെ ജയിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ നിന്നോട് കൂടെയുള്ള ദൈവം അവരെ നിന്റെ മുമ്പിൽ വീഴുമാറാക്കും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ തലമുറകളെ തകർത്ത് കളയുവാൻ, നിന്റെ തലമുറകളെ ഒതുക്കി കളയുവാൻ എഴുന്നു വരുന്ന ആ ശത്രു നിനക്ക് മുമ്പിൽ വീഴുവാൻ തുടങ്ങും. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ സഹോദരി, നിന്റെ തലമുറകളെ അവർ ജയിക്കത്തില്ല, അർത്ഥം പോകുവാൻ അനുവദിക്കത്തില്ല എന്ന്, വിടത്തില്ല എന്ന് വാദിക്കുന്ന അതേ സ്ഥാനത്ത് അവർ ഉയരുവാൻ പോവുക. ഓ ആമേൻ. യേശുവിൻ നാമത്തിൽ. ഇവിടെ പലപ്പോഴും നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കാം, ദൈവദാസനെ, എങ്ങനെയാണ് അവർക്കിത് സാധിക്കുന്നത്? സ്തോത്രം. അവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? എൻ്റെ മകൻ്റെ യാത്ര മുടക്കുവാൻ അതിനുള്ള പിടിപാടൊന്നും അവർക്കില്ലല്ലോ, അല്ലേ? എൻ്റെ മകൻ്റെ ബുദ്ധിയെ തടസ്സപ്പെടുത്തുവാൻ എങ്ങനെ കഴിയും? ഞങ്ങൾ പറഞ്ഞിട്ട് പോലും അവൻ്റെ ബുദ്ധിക്കൊരു മാറ്റം വരുന്നില്ല. അപ്പോഴെങ്ങനെ കഴിയും?
ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ, തടസ്സങ്ങൾ ഉണ്ടാക്കുവാൻ, വഴികൾ അടച്ചു കളയുവാൻ, അവനെ തലകുനിപ്പിക്കുവാൻ, അവനെ പരാജയപ്പെടുത്തുവാൻ ഇങ്ങനെയാണ് അവർക്ക് കഴിയുന്നത്. നോക്കൂ, ആ വാക്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട് കേട്ടോ. 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവിടെ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ വിദ്വാൻമാരും എന്ത് വിദ്യയാണ് അവർക്കറിയാവുന്നുള്ളത്? അത് തന്നെ, ആഭിചാരം, ക്ഷുദ്രപ്രയോഗം, അതെ, ലക്ഷണവിദ്യ. അന്ന് മന്ത്രവാദികളുടെ ശക്തി കേന്ദ്രമാണ് അഹശ്വേരോഷ് രാജാവിൻ്റെ രാജധാനി. ആ മന്ത്രവാദികൾ, ആ വിദ്വാൻമാരെല്ലാം കൂടെ നിൽക്കുകയാണ്. സ്തോത്രം. ആ വിദ്വാൻമാർ കൂടെ നിന്നിട്ടാ അതെ മന്ത്രവാദങ്ങൾ ചെയ്ത്, ആഭിചാരങ്ങൾ ചെയ്ത്, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ നിൻ്റെ തലമുറയുടെ ബുദ്ധിയെ കെട്ടി അവന് മുമ്പിൽ തുറന്നു വന്ന വഴികളെപ്പോലും അടച്ച്, അല്ലേ, തുറന്നു കിട്ടിയതാണ്. അവിടെ എത്തിപ്പെട്ടു. എന്നിട്ട് പോലും അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. എന്നിട്ട് പോലും നന്നായി ജീവിക്കുവാൻ കഴിയുന്നില്ല. മന്ത്രവാദങ്ങളിലൂടെ കെട്ടി, ആഭിചാരങ്ങളിലൂടെ കെട്ടി, ആഭിചാരന്മാർ നിന്റെ മുമ്പിൽ വീഴുവാൻ തുടങ്ങിയ ദേശത്തിലെ മന്ത്രവാദികൾ, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി, അത് ക്ഷുദ്രപ്രയോഗന്മാർ, ശകുനവാദികൾ, ലക്ഷണവിദ്യക്കാർ, എതിർ പ്രാർത്ഥനക്കാർ, അന്യാരാധകന്മാർ, യേശുവിൻ നാമത്തിൽ നിനക്ക് മുമ്പിൽ വീഴുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതെ, അവർ വീഴും, നീ അവരെ വാഴും. ആമേൻ. സ്തോത്രം. നിന്നെ മുൻനിർത്തി അവർ ചിലത് പറയണമെന്ന് വിചാരിച്ചെങ്കിൽ നിന്നെ മുൻനിർത്തി ഒത്തിരി പേർ പറയുവാൻ പോവുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങളോടും കളിക്കണ്ട, നീ വീണു പോകും. ആമേൻ. യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകളെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ദൈവദാസനെ, ഇവരിന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ എങ്ങനെ ഇത് സാധ്യമായി തീരും? എങ്ങനെ? അവർ പരിതാപകരമായ അവസ്ഥയിലായിരിക്കുന്നത്. അവർ പിടിക്കപ്പെട്ടു പോയി, അവർ പരാജിതരാണ്, അല്ലേ? അവർ പല നിലകളിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ചില സ്ഥാനങ്ങളിൽ എത്തുവാനുള്ള യോഗ്യതകൾ അവർ നഷ്ടപ്പെടുത്തി കളയുന്നു. നല്ല സ്വഭാവം നഷ്ടപ്പെട്ടു പോയി. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും. വല്ലാത്തൊരവസ്ഥ. നോക്കൂ, ഇവിടെ എസ്തറിൻ്റെ പുസ്തകത്തിൽ തന്നെ 3-ാമത്തെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. കലക്കത്തിന് കാരണം ഒരു രേഖ എഴുതിയതാണ്. ആ രേഖയിൽ ഈ വിധത്തിൽ പറഞ്ഞിരിക്കുന്നു, ആധാർ മാസമായ 13-ാമത്തെ വാക്യമാണ്, 12-ാം മാസം 13-ാം തീയതി, 13-ാമത്തെ വാക്യം 13-ാം തീയതി. ഓക്കെ. സകല യഹൂദന്മാരെയും ആബാലവൃത്രം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടി നശിപ്പിച്ച് കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും. 3 കാര്യം അവിടെ ഉണ്ട് കേട്ടോ. 1 നശിപ്പിക്കുക, 2 കൊന്നു മുടിക്കുക. സ്തോത്രം. നോക്കൂ, നശിപ്പിക്കുക, മുടിക്കുക, കൊള്ളയിടുക. 3 കാര്യം. നശിപ്പിക്കുക, മുടിക്കുക, കൊള്ളയിടുക. നല്ല സ്വഭാവത്തെ നശിപ്പിച്ചു, ഭാവിയെ മുടിച്ചു. അവർ അനുഭവിക്കേണ്ടത്, അവരിലൂടെ നീ അനുഭവിക്കേണ്ടതിനെ കൊള്ളയിട്ട് കൊണ്ടുപോയി. ഒരപ്പനെന്ന ഒരമ്മയെന്ന നിലയിൽ നീ അനുഭവിക്കേണ്ടതിനെ കൊള്ളയിട്ട് കൊണ്ടുപോയി. ഒരു ഭാര്യ എന്ന നിലയിൽ, സഹോദരി, ഭർത്താവിൽ നിന്ന് നീ അനുഭവിക്കേണ്ടതിനെ കൊള്ളയിട്ട് കൊണ്ടുപോയി. ഒരു തൊഴിലാളി എന്ന നിലയിൽ, ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടതിനെ ശത്രു കൊള്ളയിട്ട് കൊണ്ടുപോയി. ശമ്പളം തടഞ്ഞു വയ്ക്കപ്പെടുന്നുണ്ട്, കൃത്യസമയത്ത് കിട്ടുന്നില്ല. അവിടെ നീ ഒരു അധിക പറ്റായി, ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അത് തന്നെ, നീ ഒരു അധിക പറ്റായി മാറിയിരിക്കുന്നു. അപ്പോൾ നശിപ്പിക്കുന്നു, മുടിക്കുന്നു, കൊള്ളയിടുന്നു. നശിപ്പിക്കുന്നു, മുടിക്കുന്നു, കൊള്ളയിടുന്നു. അത് തന്നെ നിന്റെ മക്കളായിരിക്കുന്ന അവസ്ഥ. നശിച്ച തലതിരിഞ്ഞ പിള്ളേർ രക്ഷപ്പെടാൻ പാടാ, അല്ലേ? നീയും പറയുന്നുണ്ട്, നാട്ടുകാരും പറയുന്നുണ്ട്. അവരെ നശിപ്പിച്ചു, അവരെ മുടിച്ചു കളഞ്ഞു. മുൻപോട്ടൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തവണ്ണം മുടിച്ചു കളഞ്ഞു. ഇപ്പോൾ അവരായിരിക്കുന്ന അവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ. കേൾക്ക്, പിശാച് മുടിച്ചു കളഞ്ഞ, നശിപ്പിച്ചു കളഞ്ഞ, കൊള്ളയിട്ട് കളഞ്ഞ അതേ സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരും. അവരെ അவ்விധത്തിൽ തകർത്ത ശത്രുവിനെ, അവരെ അவ்விധത്തിൽ തകർക്കുവാൻ പദ്ധതി ഒരുക്കിയ ശത്രുവിനെ വീഴുമാറാക്കി. അതെ, നിന്റെ തലമുറകൾക്ക് മുമ്പിൽ ആ ശത്രു വീഴും. സ്തോത്രം. ആരോഗ്യത്തെ നശിപ്പിച്ചു, അവയവങ്ങൾ മുടിഞ്ഞുപോയി. സ്തോത്രം. കൊള്ളയിടപ്പെട്ടു. ആമേൻ. നിന്നിൽ നിന്ന് നിന്റെ മക്കൾക്ക് ലഭിക്കേണ്ടത് കൊള്ളയിടപ്പെട്ടു. ജോലി ചെയ്ത് മക്കൾക്ക് വേണ്ടി ചേർത്ത് വയ്ക്കേണ്ട
പല പല കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം കൊള്ളയിട്ട് പോയി. നിന്റെ ശത്രു രോഗമെന്ന ശത്രു വീഴുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ കടമെന്ന ശത്രു വീഴുവാൻ പോകുക, ദാരിദ്ര്യമെന്ന ശത്രു വീഴുവാൻ പോകുക, നിന്ന എന്ന ശത്രു വീഴുവാൻ പോകുക. അതെ, നിന്നെ ആ ശത്രു ജയിക്കത്തേ ഇല്ല. ശുശ്രൂഷക, നിന്റെ ശുശ്രൂഷയെ അവൻ ജയിക്കത്തില്ല. അവൻ കൊള്ളയിട്ടു, നിന്റെ വിശ്വാസികളെ കൊള്ളയിട്ടു, നിന്നെ നശിപ്പിച്ചു, നിന്നെ അപമാനപാത്രമാക്കി, പലർക്കും പറഞ്ഞു ചിരിക്കുവാൻ കഴിയുന്ന നിലയിൽ. അതെ, നിന്റെ മേലെ ശുശ്രൂഷയാണ്. സഹോദരി, മറ്റുള്ളവർ പറഞ്ഞു പരിഹസിക്കും, പ്രാർത്ഥനക്കാർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ എന്താ? അവൻ കൊള്ളയിട്ടു. ആര്? ശത്രു കൊള്ളയിട്ടു, നശിപ്പിച്ചു, നിന്റെ സാക്ഷ്യത്തെ നശിപ്പിച്ച ശത്രു വീഴുവാൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് കലക്കമിട്ട് തലകുനിപ്പിച്ച് നിന്റെ സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തിയ ശത്രു വീഴുവാൻ പോകുക. അത് മനുഷ്യനാകട്ടെ, അത് പിശാചാകട്ടെ, നിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തകർത്ത് പ്രാർത്ഥിച്ചു പ്രാപിക്കുന്നതിന് തടസ്സമായി, വിടുതലുകൾ വെളിപ്പെട്ട് വരുന്നതിന് തടസ്സമായി എഴുന്നേറ്റ ആ ശത്രു വീഴുവാൻ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സഹോദര, ആ ദേശത്തിൽ ശത്രു വാഴുകയില്ല. ആമേൻ. നിന്നെ വാഴിക്കയില്ലെന്നാ ശത്രു പറഞ്ഞത്. നീ കട തുടങ്ങിയപ്പോൾ, നീ അവിടെ എത്തിയപ്പോൾ, നിന്നെ വാഴിക്കത്തില്ല. അതാ വിഷയം. നിന്നെ വാഴിക്കത്തില്ല, നിന്നെ സമ്മതിക്കത്തില്ല, നിന്നെ ജീവിക്കുവാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. നിന്റെ ആ സ്ഥാപനം വളർന്നാൽ ഇന്ന് പല പ്രബലന്മാർക്കും കാലാകാലങ്ങളിൽ ഞങ്ങൾ ഈ പട്ടണത്തെ കൈവശമാക്കി വച്ചിരിക്കുന്നു. സ്തോത്രം. ദൂത, ആ പട്ടണം നിന്റെ പേരിൽ അറിയപ്പെടും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അതുകൊണ്ട് അവർ ഭയപ്പെടുന്നേ. നീ വാഴും, നിന്നെ വാഴുവാൻ വിടത്തില്ല എന്ന് പറയുന്നവരുടെ മധ്യത്തിൽ നീ വാഴും. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു സംശയം വരും, ദേവദാസനെ ഇതിങ്ങനെ പറഞ്ഞു പോയി, നിങ്ങളിങ്ങനെ ദൂത് പറഞ്ഞു പോയി. ഈ എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ വിശദീകരണത്തിന് നിൽക്കാത്തത്. നമ്മൾ ഒത്തിരി മെസ്സേജുകൾ എസ്തേറിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടുകയും വിടുവിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജുകളൊക്കെ കൂടുതൽ കേട്ടു നോക്കിയാൽ ഈ പുസ്തകം മനോഹരമായൊരു പുസ്തകമാണ് കേട്ടോ. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ദൈവപ്രവൃത്തിയുടെ മഹത്വം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. മൊർദെഖായി എന്ന ഭക്തന് വിരോധമായി എഴുന്നേൽക്കുന്ന ഹാമാൻ എന്ന ജാതിയൻ അവിടെ എഴുന്നേറ്റത് ആ ശത്രു തന്നെയാണ്. ആമേൻ. ആ ജാതിയനെ നോക്കി രേഖ എഴുതി, യഹൂദന്മാരെ കലക്കി, കണ്ണുനീരും നിരാശയും നിലവിളിയും സമ്മാനിച്ചു. അവസാനം പുള്ളി ഒരു കഴിവരൊക്കെ ഉണ്ടാക്കിയിട്ട് തൂക്കിക്കളയാമെന്ന് പറഞ്ഞ് വന്നിരുന്നപ്പോഴാണ് ഭാര്യയും വിദ്വാൻമാരും, ഇവനെ ശക്തനാക്കിയ വിദ്വാൻമാരും പറയുന്നത്, നീ അവനെ ജയിക്കുകയില്ല, നീ വീഴുവാൻ തുടങ്ങി. എന്തുകൊണ്ടാ? കാരണമുണ്ട്. അവൻ യഹൂദൻ. ആ വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ യഹൂദനാണെങ്കിൽ എന്താണ് യഹൂദൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ഒന്ന്, യഹൂദ അഥവാ സ്തുതിക്കുന്നവൻ. നീ ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ നിന്നെ ജയിക്കുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. സഹോദരി, നീ ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ ജോലി ചെയ്യുമ്പോഴും കൂട്ടുകാരുടെ മധ്യത്തിലായിരിക്കുമ്പോഴും സ്തുതി നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയേ, നിന്നെ ജയിക്കുവാൻ, സ്തുതിക്കുന്ന നിന്നെ ജയിക്കുവാൻ, ആരാധിക്കുന്ന നിന്നെ ജയിക്കുവാൻ, പ്രാർത്ഥിക്കുന്ന നിന്നെ ജയിക്കുവാൻ, ഒന്നുകൂടെ മാറ്റി പറഞ്ഞാൽ ഉപവസിക്കുന്ന, അർത്ഥം പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിന്നെ ഉപവസിക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. നമ്മൾ ഉപവാസത്തിൻ്റെ ആൾക്കാരാണല്ലോ. അതെ, ജയിക്കണം, ജയിച്ചേ തീരൂ. പക്ഷേ അറിയാം ദൈവദാസനെ, ഉപവസിച്ച് ശക്തിപ്പെടുവാൻ സാഹചര്യമില്ല. ഒറ്റയ്ക്കാണല്ലോ, പിന്നെ എങ്ങനെ ഉപവസിക്കും? ഇവിടെ ഈ സ്ഥലത്ത് അങ്ങനെയുള്ളൊരു ഉത്സവമല്ല കേട്ടോ. പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രൈസർ ഫാമിലി നിനക്കൊപ്പമുണ്ട്. നിൻ്റേത് മാത്രം ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീഴും. സ്തോത്രം. നീ വാഴും, ശത്രു വീഴും. കോണ്ടാക്ട് ചെയ്യും. ഒരു ഉപവാസം ക്രമീകരിച്ചു നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ കർത്താവ് പ്രൈസർ ഫാമിലിയെ ശക്തീകരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാം. നോക്കൂ, അപ്പോൾ എന്താ? സ്തുതിക്കുന്നവനാണ്. സ്തുതിക്കുന്നവനെ ജയിക്കുവാൻ ശത്രുവിന് കഴിയത്തേയില്ല. നീ സ്തുതിക്കുന്നവനാണെങ്കിൽ നിന്നെ സ്തുതിക്കുന്നവനാക്കി തീർക്കുന്നതാണ് ഉപവാസവും പ്രാർത്ഥനയും. ആമേൻ. സ്തോത്രം. 2 വാക്യം വായിക്കുമ്പോൾ, അവൻ ലോകത്തിന്, മീൻസ് മൊർദെഖായി അഥവാ യഹൂദൻ, അവൻ ലോകത്തിന് കീഴ്പ്പെടാത്തവനാണ്, അഥവാ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെട്ടവനാണ്. പലപ്പോഴും നിനക്ക് വിരോധമായി ശത്രുക്കൾ എഴുന്നേൽക്കുന്നതിന് കാരണവും അതാണ്, അല്ലേ? നീ പലരുടെ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്നില്ല, പലരുടെ ഇംഗിതത്തിന് കീഴ്പ്പെടുന്നില്ല. അതൊരു പരാജയമല്ല കേട്ടോ. അയ്യോ, എനിക്കങ്ങനെ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട് ദൈവദാസനെ, പക്ഷെ പറ്റുന്നില്ല. അത് നിൻ്റെ പരാജയമല്ല, അത് നിൻ്റെ ജയമാണ്. നീ ലോകത്തിന് മുമ്പിൽ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്നില്ല. ദൈവത്തിന് നീ കീഴ്പ്പെട്ടായിരിക്കുന്നുവെങ്കിൽ നിന്നെ ജയിക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. അത് മനുഷ്യരാകട്ടെ, പിശാചാകട്ടെ, ആ ശത്രുവിനും അവൻ്റെ പദ്ധതികൾക്കും നിന്നെ ജയിക്കുവാൻ കഴിയത്തേയില്ല.
സ്തോത്രം. നിനക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ നീ ഒരു ദൈവ പൈതലല്ലേ, എങ്ങനെ പറ്റും? അതേ, അത് തന്നെയാണ് നമ്മുടെ ബലം. പറ്റരുത്. ആമേൻ. അവന് കീഴ്പ്പെടുവാൻ പറ്റരുത്, അവർക്ക് കീഴ്പ്പെടുവാൻ പറ്റരുത്, ലോകത്തിന് കീഴ്പ്പെടുവാൻ പറ്റരുത്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ, അതെ, നിന്നെ ജയിക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. ആ ശത്രു നിനക്ക് മുമ്പിൽ വീഴും. റെഡിയാണോ? ആ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ ആ ശത്രു ഒരുക്കി അതേ കഴുമരത്തിൽ, ആമേൻ, ആ ശത്രു തൂങ്ങുന്ന മനോഹരമായ കാഴ്ച കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നിന്റെ മുൻപിൽ ആ ശത്രു വീഴും. അതിനായി പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ പ്രൈസർ ഫാമിലി നിനക്കൊപ്പമുണ്ട്. അതേ, ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക. പ്രൈസർ കുടുംബത്തിനൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. വാഴത്തില്ലെന്നേ, വാഴിക്കത്തില്ല എന്ന് പറയുന്ന ശത്രു വാഴത്തില്ല, അവൻ വീഴും. ലൈവായി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി തീരും. ഞായറാഴ്ചകളിൽ വിശുദ്ധ സഭാരാധന 10 മണി മുതൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അനുഗ്രഹീതമായ ഒരു ആരാധന നിങ്ങൾക്ക് മിസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തു. ഇല്ല, കടന്നു വരുവാൻ കഴിയുന്ന അനുഭവത്തിൽ മറ്റൊരാലയത്തിൽ കടന്നു പോകാതെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ സ്വാഗതം. പ്രൈസർ ഫാമിലിയിലേക്ക് കുടുംബമായി കടന്നു വരിക. 12 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ കുഞ്ഞുങ്ങളുടെ സഭ, അവരും വളരട്ടെ, ശക്തന്മാരായ കരുത്തന്മാരായ, അവരെ നമ്മൾ മാറ്റി നിർത്തത്തില്ല, അവരെയും വളർത്തും. ഈ കാലഘട്ടത്തിൽ പോരാടുവാൻ തലമുറകൾ ആവശ്യം, വീണു പോകാതെ നിലനിൽക്കുന്ന തലമുറകൾ ആവശ്യം. നിന്റെ സാക്ഷ്യം തലമുറകൾ തന്നെ ആയിരിക്കണമെന്ന് പ്രൈസർ ഫാമിലി നിർബന്ധമായി ആഗ്രഹിക്കുന്നു. ആ ദർശനത്തോടെ ആയിരിക്കുന്നു. ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക, അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. എന്ന കണ്ണടച്ചു. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം. അപ്പോൾ ഇന്ന് അങ്ങ് പ്രിയപ്പെട്ടവരോട് സംസാരിച്ചുവല്ലോ. ഇവരുടെ ശത്രു വീഴുവാൻ തുടങ്ങി. അപ്പോൾ അതിവർ കാണട്ടെ. തൊഴിലിടത്തിലെ ആ ശത്രു വീഴുന്നത് കാണട്ടെ. ആ ശത്രു വീഴുമ്പോൾ ഇവർക്ക് വേണ്ടി അനുകൂലമായ സാഹചര്യങ്ങൾ അവിടെ ഒരുങ്ങപ്പെടട്ടെ. തൊഴിലിടത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലികൾക്കായുള്ള കാത്തിരിപ്പിന് അർത്ഥം ഉണ്ടാകട്ടെ. ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് മടുത്തായിരിക്കുന്നു. അപ്പോൾ നല്ല ജോലികൾ ലഭിക്കട്ടെ. ഗവൺമെൻറ് മേഖലകൾ, പ്രൈവറ്റ് ഫേമിൽ, വിദേശ രാജ്യങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ. വിസകൾ വരട്ടെ. സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. ഇക്കാമകൾ കിട്ടട്ടെ. PR ലഭിക്കട്ടെ. ലൈസൻസ് ടെസ്റ്റുകൾ പാസ്സാകട്ടെ. പലരും ടെസ്റ്റുകൾ പാസ്സാകുവാൻ കഴിയാതെ നിരാശപ്പെട്ടായിരിക്കുന്നവർ ടെസ്റ്റുകൾക്ക് റിസൾട്ട് ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അപ്പോൾ ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അങ്ങ് ഇവരോട് കൂടിയിരിക്കണം യേശുവേ. ഇവരോട് മനസ്സലിയപ്പാ. അപ്പോൾ കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ഇവരുടെ അവസ്ഥ മാറട്ടെ കർത്താവേ. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ, ഭവനങ്ങളുടെ പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ വഴികൾ തുറന്നു വരട്ടെ. ലോണുകൾ കിട്ടട്ടെ. എഡ്യൂക്കേഷൻ ലോണുകൾ കിട്ടട്ടെ. ഭവനങ്ങളുടെ പണി മനോഹരമായി പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. രജിസ്ട്രേഷൻ നടക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വിൽപ്പനകൾ നടക്കട്ടെ. വിൽക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. ആസ്മയുടെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്നവർ യേശുവെ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആസ്മകൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ശ്വാസമുട്ടലുകൾ മാറിപ്പോകട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ആത്മഹത്യ ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തരും. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അപ്പോൾ നല്ല അഡ്മിഷനുകൾ ലഭിക്കട്ടെ കർത്താവേ. ഉന്നത വിജയങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. വിവാഹത്തിന് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. ഭാവി മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. സ്തോത്രം. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബങ്ങളെ തകർത്ത് കളയുന്ന എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. യേശുവേ, ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തോത്രം. ആമേൻ, ആമേൻ. സ്ഥാപനങ്ങളെ പൂട്ടിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ.
ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ, പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവരുടെ ശത്രുവിനെ ഇവർക്ക് മുമ്പിൽ അങ്ങ് വീഴുമാറാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.